മോന് തിന്നേ. മോന് നല്ല വിശപ്പുണ്ടെന്ന്. അതെ അതെ, ഒന്നുകൂടി കൊടുക്കാം. പെട്ടെന്ന് കൊടുക്ക്. വീണ്ടും അളകടോ. എന്ത് ഭ്രാന്തോ? മൂത്രത്തിൽ കല്ലടോ. മൂത്രത്തിൽ കല്ലോ. സാറിന്റെ ഇവന്റെ ഒക്കെ പിന്നാലെ ഓടുന്നത്. സാർ ഇവിടുന്ന് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരാം. വാ. എവിടെ പോണോ? ആ കണ്ടില്ല. എവിടെ ഞങ്ങൾ ഓടിക്കരുത്. അവിടെ നിൽക്കണം. അവിടെ നിൽക്കാൻ. നിന്നെ ഇന്ന് ശരിയാക്കി ഞങ്ങൾ. കാണാനില്ല. ഇനിയില്ലേ? അവനതും കഴിച്ചു. പാവം, നല്ല വിശപ്പുണ്ടാവും. അതെ അതെ, ഒന്നുകൂടി കൊടുക്ക്. വാങ്ങിക്കാൻ ഇതും കൂടി കഴിക്കും. മോനെ മോനെ വാങ്ങടാ. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ഞാനും വന്നടാ. കൊറേ നേരമല്ല പുറകെ നടക്കണ. ബാക്കിയുള്ള എന്റെ ബണ്ണിൽ മണ്ണിടാൻ കൂടെ പണ്ടാനടങ്ങാനായിട്ട്. ദൈവമേ, ആ മണ്ണ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. വേറെ ചേച്ചിമാരും പിള്ളേരും ആരുമില്ല മണ്ണുമായിട്ട്. വെച്ചൂടെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും നേരം വിളിക്കുമ്പോ. ഇനി എന്താ വേണ്ടത്? സ്വസ്ഥത. എന്റെ അമ്മച്ചിയെ, ബാക്കിയുള്ളവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഈ കള്ളപ്പന്നി തിന്നു തീർക്കുമെന്നാ തോന്നണത്. നിർത്തിയോ? നിർത്തിയതല്ല, നിന്ന് പോയതാ. എന്നാ ബില്ലെടുക്കട്ടെ. 2 പ്ലേറ്റ് എടുത്തു. 2 പ്ലേറ്റ് ബില്ലോ? ബില്ലല്ലടോ, 2 മുട്ട, 2 ചിക്കൻ കറി, പിന്നെ 2 മട്ടൻ ചാപ്സ്, പിന്നെ ഉണ്ടെങ്കിൽ ഒരു 2 പ്ലേറ്റ് കുറുമ അത് കൊടുത്തു. എടോ വാസു, എന്തോ കൊറേ നേരമായല്ലോ വെട്ടി വിഴുങ്ങാൻ തുടങ്ങിട്ട്. ആര്, ഞാനോ? താനല്ലടോ, കയ്യിൽ കാശുണ്ടോന്ന് ചോദിക്കേ. കയ്യിൽ കാശില്ലാലും പകലിൽ കാശുണ്ട്. ഇതെന്ത് കട്ടെന്നൊക്കെ ചേട്ടാ. കയ്യിൽ കാശില്ലാത്ത ആരെങ്കിലും റെസ്റ്റോറന്റ് കയറി ഇങ്ങനെ വെട്ടി വിഴുങ്ങോ? 2 പൊറോട്ട പഞ്ചസാരന്റെ ചേട്ടന് കൊടുത്തേ. പോയി പൊറോട്ട എടുത്തിട്ടോ. ഒരു ചായ. അയ്യോ, 2 പൊറോട്ടയും കൂടി ചേട്ടന് കൊടുത്തേ. എന്റെ വക. എന്തായാലും ഓർഡർ ചെയ്ത സ്ഥിതിക്ക്, സ്പോൺസർ ചെയ്ത സ്ഥിതിക്ക് 5 പൊറോട്ടയും 1 ചിക്കനും. ഒരു പോക്കറ്റ് അടിക്കാണ്ട് ഗതികേട് നോക്കണേ. ഒരു പേഴ്സ് 2 തവണ പോക്കറ്റ് അടിക്കാം. ഇടയ്ക്കിടയ്ക്ക് വരണം. നന്നായിട്ട് കഴിക്കുന്നവർ എനിക്ക് വലിയ ഇഷ്ടാ. പിന്നെ 2 ബില്ലും കൂടി 237 റുപ്യ. അത്രേ ആയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഒരു പൊരിച്ചോഴും കൂടി മേടിച്ചു തിന്നോളാൻ. അതെനിക്ക് പാർസലായിട്ട് മതി. എന്റെ പേഴ്സ്
ആരോ പോക്കറ്റ് അടിച്ചിട്ടാ തോന്നുന്നു. എന്താ പോക്കറ്റ് അടിച്ചെന്നോ? അതെ. പിടിയടാ. പിടിയെടാ. എന്നെ എങ്ങടോ പോക്കറ്റ് അടിച്ചാളെ പിടിച്ചാൽ. വീണത് കണ്ടപ്പോഴേക്ക് തോന്നിയതാ. മര്യാദക്ക് തിന്നെ കാശ് വെച്ചിട്ട് പോടാ. ഒരു കാശ്. രണ്ടാളും കൂടി ഒപ്പിച്ച പരിപാടിയല്ലേ? അയ്യോ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇയാളെ അറിയുന്ന പോലും ഇല്ല. എനിക്ക് ഇയാളെ ഒരു ചായ മാത്രം ഓർഡർ ചെയ്ത് എനിക്ക് പൊറോട്ട വാങ്ങിച്ചത് ഇതിനകത്ത് വലിച്ചഴിച്ച എന്തിനാ? ഇവിടെ വാങ്ങിച്ച് തരുമ്പോ കയ്യിൽ കാശുണ്ടായിരുന്നു. കാശില്ലാതെ മൂക്കുമുട്ട തിന്നിട്ട് ഓരോ നമ്പർ ഇറക്കടാ. ഇവനെ പിടിച്ചോണ്ട് ഇടിച്ച് കൂമ്പെടുക്കടാ. വരുന്നടാ. അയ്യോ എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്നെ തല്ലല്ലേ. നിക്കടാ, നിക്കടാ. അവിടെ നിൽക്കാൻ അടിക്കാണ്. എന്റെ അമ്മോ, എന്റെ അമ്മോ. കൊല്ലടാ അവനെ. കൊല്ലാ. അടിക്കണവനെ ഞാൻ. കൊലയെടുക്കാൻ തിരിച്ചോടോ പോലീസുകാരെ. കൊല്ലാൻ. അയ്യ നമ്മളെ പിടിക്കാനല്ലായിരുന്നു. പിന്നെ താനെന്തിനാണോ ഓടിയത്? സാറോടിയപ്പോ ഞാൻ കൂടെ ഓടി. പേടിത്തൂറി. ഓടി ഓടി നമ്മ കണ്ണൂരെത്തി. കണ്ണൂരാ? ആ ദേ റോട്ടിലോട്ട് തല്ലിക്കൊല്ലണ്. നോക്കിക്കാതെ പോകാം സാർ. അയ്യോ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഉത്തരം മൂന്നാറ് ചേർന്ന് തല്ലിക്കൊല്ലണ. ഞാനല്ല സാർ. അപ്പൊ ഇവനെ പിന്നെ ആരടാ? കള്ളനാണ് സാർ ഇവൻ. ഹോട്ടലിൽ കയറി ശാപ്പാട് അടിച്ചിട്ട് കാശില്ലാതെ മുങ്ങിയതാ ഇവൻ. സത്യം പറയേ. ഇതൊരു അഡ്വാൻസ് മാത്രം. സെക്കൻഡ് റൗണ്ട് ജീപ്പിലും ഫൈനൽ റൗണ്ട് സ്റ്റേഷനിലും. എടാ പേടിക്കണ്ട സാറേ. കടുവാനാരൻ ലാൻഡ് ചെയ്തതിന്റെ കൊട്ടും കുറവാ കേൾക്കണേ. കർണാമൃതം കർണാമൃതം. ഏതായാലും ഇവന്റെ രാശി കൊള്ളാം സാറേ. കടുവാ നാരായണന്റെ കൈപ്പുണ്യം അറിയാനുള്ള ഭാഗ്യമുണ്ട് ഇവന്. ആ എടാ നിന്നെ പോലൊരു കുട്ടിക്കള്ളൻ അകത്ത് കിടന്ന് കീറുന്നത്. ആ CI കടുവയുടെ കൊമേഴ്സ്യൽ ബ്രേക്ക് കഴിയുമ്പോ ഈ SI കടുവയുടെ എപ്പിസോഡ് ആരംഭിക്കും. ഇതൊരു പരസ്യം മാത്രം. അപ്പൊ പ്രോഗ്രാം അപ്പൊ തുടങ്ങും. നിന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് ഞാൻ നോക്കാം. പറയടാ, എവിടെയാടാ മാല ഒളിപ്പിച്ചു വെച്ചത്? എനിക്കറിയില്ല സാറേ. ഞാൻ എടുത്തിട്ട് അമ്മ എന്നെ തലരെന്ന് പറയാമേ. ആരാ നിന്റെ അമ്മ? അവൻ ചത്തുപോയില്ലേ? സാറേ പഠിച്ച കളനാ ഇവൻ. തന്തയും കൂടി ചത്തപ്പോ ഇറക്കി വിടേണ്ടതായിരുന്നു. തീറ്റി പോറ്റി എന്നെ കൊല്ലാൻ നോക്കിയവനാ. കണ്ടില്ലേ ആ ഉണ്ട കണ്ണ് കുത്തി പൊട്ടിക്കാൻ വേണ്ടത്. കിളി പറയുന്നത് പോലെ എല്ലാം പറയുവൻ. അതിനുള്ള പ്രയോഗം വേറെ ഉണ്ട്. തൽക്കാലം നിങ്ങളില്ലേ കേരള ആരാ? ആരായാലും എന്താ നല്ല സാധനം. എവിടായിരുന്നു ഇതുവരെ? 2 പെറ്റി ഒപ്പിക്കാൻ പോയിരുന്നാണ് സാർ. സാർ ചാർജ് എടുക്കുന്ന ദിവസമായിട്ട് ലോക്കപ്പ് ഒന്ന് നിറഞ്ഞു കിടന്നോട്ടെന്ന് കരുതി. നമസ്കാരം. എന്നിട്ട് ഈ നരന്തിനെയാണോ കിട്ടിയത്? മരുന്ത ഇവൻ പരുന്താണ് സാർ. പരുന്ത് ഹോട്ടലിൽ കയറി കാശില്ലാതെ ചാപ്പാടടിക്കാണ് ഇവന്റെ ലേറ്റസ്റ്റ് നമ്പർ. കള്ളത്തരം പറയരുത്. പോലീസുകാരുടെ ധിക്കാരം പറയുന്നാടാ. അയ്യോ +2 തകർന്നു കാണും. സോറി സാർ, ഉന്നം തെറ്റിയതാ. നമുക്ക് തൊണ്ടി തപ്പാൻ പോകണ്ടേ സാർ? ഇനി തപ്പാൻ പോയിട്ട് കാര്യമില്ലടോ. അത് ശരിയാ.